അതെ അതെ. അസീസ് വിളംബരം, ഗുഡ് മോർണിംഗ്. അസീസ് ജി നമസ്തേ, കബീർ ദാസ് ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. മീറ്റിംഗ് കോൾ ടു ഓർഡർ. The meeting in connection with the Coffee Talk 7 AM program is hereby called to order. ഇപ്പൊ ഭയങ്കര ഒരു ട്രെൻഡായിട്ട് നടക്കുന്നുണ്ടല്ലേ പൂക്കി എന്നുള്ളത്. സത്യത്തില് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുതിയ ജെൻസ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത്. അത് നമ്മളെ മുഖ്യമന്ത്രിനെ അങ്ങനെയാണല്ലോ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി അത് ആസ്വദിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വെൽക്കം പറയാൻ വേണ്ടി നമ്മള് തലശ്ശേരിയിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ കോഫി ടോക്ക് കൊണ്ട് അപ്ഡേഷനിൽ വന്ന നമ്മളുടെ പ്രിയപ്പെട്ട ജസ്മി മാമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് മാം. താങ്ക് യു ചെയർമാൻ. ഇന്ന് സ്വാഗതം പറയാൻ എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം. ഓരോ ദിവസവും നമുക്ക് പുതുമയുള്ള അറിവുകളും സ്വയം വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന കോഫി ടോക്ക് പ്ലാറ്റ്ഫോം ഇന്ന് 891 ദിവസത്തിലാണ്. ദിനംപ്രതി നമുക്ക് സ്വയം മെച്ചപ്പെടുത്താനും പുതിയ ആശയങ്ങൾ കൈവരിക്കാനും ഇത് വലിയൊരു അവസരമാണ് നൽകുന്നത്. ഇന്നത്തെ സെക്ഷനിൽ നമ്മോടൊപ്പം വിലപ്പെട്ട അറിവുകൾ പങ്കുവെക്കാൻ എത്തിച്ചേർന്ന സജിന മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം നേതൃത്വം നൽകുന്ന ആദരണീയ ചെയർമാൻ ഉസ്മാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഇഷാം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച കോർഡിനേറ്റർമാരായ ശ്രീജി സർ, മുജീബ് സർ, രേഖ മാം, ഇവരെ ഓരോരുത്തരും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ക്വിസ് മാസ്റ്റർ മനോജ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 2 എല്ലോ പ്രസിഡന്റ്മാരായ നിതിൻ സാറിനെയും ജിനി മാമിനെയും ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വിജയകരമാക്കിയ ഓരോ കോഫി ടോക്ക് അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. താങ്ക് യു ജസ്മി മാം. 6:50 ഞാൻ വിളിച്ചു പറയുന്നത് ജസ്മി മാം എന്ന് വെൽക്കം പറയില്ലെന്ന്. ഞാനോ എന്ന് ചോദിച്ചു. പിന്നെ അവരല്ലാതെ വേറെ ആരാ പറയും? 10 പോലീസുകാരെ തലശ്ശേരിയിൽ നിന്ന് വിളിച്ചിട്ട് ഇപ്പൊ വെൽക്കം പറയാനൊന്നും നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ കോഫി ടോക്കില്. ഏതായാലും വളരെ ഭംഗിയായിട്ടാണ് ആ സ്റ്റേജ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ ചെയർമാനൊക്കെ ആദരണീയനായ നേതാവ് എന്നൊക്കെ പറഞ്ഞാല് അപ്ഡേഷൻ നന്നായിട്ട് വരുന്നുണ്ട്. ഹിപ്പിറ്റോ. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾക്ക് 891 ദിവസം ട്രെയിനറായി വന്നിട്ടുള്ളത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സജിന മാം ആണ്. അവര് പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അവരുള്ളത്. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് മൂമെന്റ് ആണ് അല്ലെ ഇന്നത്തെ ഈ ദിവസം നമ്മൾ കോഫി ടോക്കിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കും വളരെ സന്തോഷവതിയാണ്. ഏതായാലും അവര് ട്രെയിനറാണ്, അതുപോലെ തന്നെ സ്റ്റുഡന്റ് ആൻഡ് പേരന്റ് എംപവർമെന്റ് കോച്ച്, മോട്ടിവേഷൻ സ്പീക്കർ, സൈക്കോളജിയിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മാം. ഹോബി വായനയാണ്. അടുത്ത ഗാദറിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുക്കിംഗ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും കോഫി ടോക്കിന്റെ അടുത്ത ഗാദറിംഗിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശിന്റെ ആ ഒരു ടോപ്പിക്കാണ്. എന്താണ് തളത്തിൽ ദിനേശൻ സിൻഡ്രോം എന്ന ടോപ്പിക്കുമായിട്ടാണ് നമ്മളുടെ അടുക്കലേക്ക് വരുന്നത്. കൂടുതലൊന്നും ഞാൻ നീട്ടി വലിച്ചു പറഞ്ഞിട്ട് അവരുടെ ടൈം ഞാൻ എടുക്കുന്നില്ല. ഏതായാലും അവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഈ വേദി കൈമാറണം. പ്ലീസ് വെൽക്കം മാം. താങ്ക് യു ഉസ്മാൻ സർ. ഗുഡ് മോർണിംഗ് ആൾ. വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. 890 പുലരികൾ കടന്ന് പോയ കോഫി ടോക്കിന്റെ 891 ദിവസം എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് മനോജ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു ഇൻട്രോ തന്നതിന് ജസ്മി മാമിനും പ്രത്യേകം നന്ദി. ചെയർമാനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു, ചെയർമാനായ ഉസ്മാൻ സാറിന്. കോഫി ടോക്കിൽ ഞാൻ എത്താൻ കാരണം ഷിനോജ് മാം വഴിയാണ്. മാമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ കോഫി ടോക്കിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനും പേരുകൾ എല്ലാതും എനിക്ക് അറിയില്ല, അധികമായിട്ടില്ല ഞാൻ കോഫി ടോക്കിൽ കയറി തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ആരും പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കുറെ കിട്ടുമ്പോൾ വേണ്ട എന്നും കുറച്ച് കിട്ടുമ്പോൾ വേണം എന്ന് തോന്നുന്ന സ്ട്രോങ് ആയൊരു ഇമോഷൻ ഏതാണ്?
ഏതാണ്? സ്നേഹം. ഫുഡ് ഫുഡ് ഞം ഞം. ആണ് ചോദിച്ചത്. സ്നേഹമാണ്. അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ. മാഡം കേൾക്കുന്നുണ്ടോ? സ്നേഹാണ്. ഈ സ്നേഹം കുറെ കിട്ടുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണ്? മാറി അത് പോസിറ്റീവിറ്റി എത്തുമ്പോഴാണ് അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോ പോസസീവ്നെസ് ഇതാണ് നമ്മുടെ ടോപ്പിക്. എന്താണ്? ആരെങ്കിലും നമ്മെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുക, അതുപോലെ ഓൺ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയാണ് പൊസസീവ്നെസ്. ഇഷ്ടപ്പെടുന്ന ഒരാളെ നഷ്ടപ്പെടുമോ എന്ന പേടി, അല്ലെങ്കിൽ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം പങ്കിട്ടു പോകുമോ എന്നൊരു പേടിയിൽ നിന്നുമാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ആരെങ്കിലും കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ സ്നേഹിച്ച് കൊല്ലുവാണ്, ഇങ്ങനെയൊക്കെ തോന്നുമ്പോ എന്താണ്, ഇത് പൊസസീവ്നെസ് ആയി മാറും. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഭർത്താവിന് ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്, ഭാര്യക്ക് തിരിച്ചും. പക്ഷെ ഭർത്താവിന്റെ സ്നേഹം കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. എന്റെ ഭാര്യ താനല്ലാതെ മറ്റാരുമായിട്ട് കൂടുതൽ അടുക്കാൻ പാടില്ല, അത് അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ആരാണെങ്കിലും അവള് കൂടുതൽ ആരോടും സംസാരിക്കാനോ ഇടപഴകുന്നതൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്നെല്ലാം അവളെ അയാള് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകും. അതുപോലെ എന്നിട്ട് അവളെ ചേർത്ത് നിർത്തി പറയും, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഈ കൂടുതൽ നിന്റെ സ്നേഹം കൂടുതൽ ആർക്കും കൊടുക്കണ്ട, എനിക്ക് മാത്രം തന്നാ മതി. അപ്പൊ ഇതൊക്കെ ആദ്യം ഭാര്യ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്നോടുള്ള കരുതൽ കൊണ്ടാണ് എന്നൊക്കെ കരുതും. പോകെ പോകെ ആൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. അപ്പൊ ഇതാണ് പൊസസീവ്നെസിന്റെ ഒരു വശം. അപ്പൊ ചില സമയത്ത് നമുക്കൊക്കെ മനസ്സിലാവാതെ പോവും, ഇത് സ്നേഹമാണോ അതോ പൊസസീവ്നെസ് ആണോ എന്നൊക്കെ. അപ്പൊ ഇത് തമ്മിലുള്ള മാറ്റം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്നേഹം എന്ന് പറയുന്നത് അതൊരു ഇമോഷണൽ അഫെക്ഷൻ ആണ്. ഒരാളോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ തോന്നുന്ന വൈകാരികമായ അടുപ്പം. സ്നേഹം നമ്മോട് പറയുന്നത് ഐ വാണ്ട് യു ടു ബി ഹാപ്പി എന്നാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആള് നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുക. ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കൂല. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി, അതുപോലെ നമ്മളെ ഇഷ്ടത്തിനൊക്കെ ഒപ്പം നിന്ന് നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നവര് ചിന്തിക്കുക. അതിനു വേണ്ടി അല്ലെ, അങ്ങനെയല്ലേ? അതിനുവേണ്ടി പൊസസീവ്നെസ് പറയുന്നത് ഐ വാണ്ട് യു ടു മേക്ക് ഹാപ്പി എന്നാണ്. അവരെ നമ്മൾ സ്നേഹിക്കുന്നതിന് നമ്മൾ അവരെ എപ്പോഴും സന്തോഷമാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കടമയാണ് അവരെ സന്തോഷമാക്കിക്കൊണ്ടിരിക്കല്. അപ്പോൾ ഈ ഒരു മെന്റാലിറ്റിയിലാവും പൊസസീവ്നെസ് ഉള്ള ആളുകളും പെരുമാറുക. എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, അവരുടെ തീരുമാനത്തിനപ്പുറം നമ്മൾ പോകാൻ പാടില്ല. ഇതൊക്കെ എന്താണ്, അവർക്ക് ദേഷ്യം വരും. അപ്പൊ അവരെ സന്തോഷം എന്താണോ അത് മാത്രം നമ്മൾ നോക്കി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കൊരു പൂവിനെ ഇഷ്ടമാണെന്ന് കരുതി നമ്മൾ ആ പൂവിനെ പറിച്ചെടുക്കുമോ? അങ്ങനെ പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് പൊസസീവ്നെസ് ആണ്. അത് എനിക്ക് വേണം, എന്റേത് മാത്രമാകണം എന്നൊരു തോട്ടിലാണ് അത് പറിച്ചെടുക്കുന്നത്. അത് പൊസസീവ്നെസ് മൈൻഡ് ഉള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ആ പൂവിനെ അതുപോലെ തന്നെ അതിന്റെ ഭംഗി നിലനിർത്തും. എനിക്കും മറ്റുള്ളവർക്കും അതിന്റെ ഭംഗി ആസ്വദിക്കാം, അത് നാശമായി പോകുന്നത് വരെ എനിക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാം എന്നതിലായിരിക്കും അതിനെ നിലനിർത്തുക. അപ്പൊ ഇത് തമ്മിലുള്ള മാറ്റം. സ്നേഹം എന്നതിൽ കെയറിങ് ആണ്, പൊസസീവ്നെസ് എന്നതിൽ ഓവർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്നോടുള്ള കരുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇയാൾ പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ കരുതുന്ന പല കാര്യം അല്ലേ. അപ്പം അതില് എന്താണ്, അത് സ്നേഹമാണോ പൊസസീവ്നെസ് ആണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ കെയർ വേണ്ടിടത്ത് ഓവർ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ വിനോദും ഷാരിയും ഭാര്യയും ഭർത്താവാണ്. ഷാരിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളത് വളരെ നാളത്തെ വലിയൊരു ആഗ്രഹമാണ്. എന്നാൽ വിനോദ് അതിന് സമ്മതിക്കില്ല.
വിനോദ് പറയും നല്ല രീതിയിൽ അവളോട് പറയും, ഇനി ഡ്രൈവിംഗ് പഠിക്കണ്ട, അപകടം പറ്റുള്ളൂ, നിന്നെ എനിക്ക് നഷ്ടമാവുള്ളൂ, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുങ്ങാണ്ട് അവളുടെ ആഗ്രഹത്തെ അദ്ദേഹം നീട്ടി വെക്കും. അപ്പൊ ഷാരി കരുതും ശരി, അദ്ദേഹം എന്നോടുള്ള സ്നേഹം കാരണമാണ് എന്നെ പഠിക്കാനായി സമ്മതിക്കാത്തത് എന്ന ഇതിൽ അവളും സമാധാനിച്ചിരിക്കും. പക്ഷേ വിനോദിന്റെ മനസ്സിലുള്ളത്, ഷാരി എങ്ങാനും ഡ്രൈവിംഗ് പഠിച്ചാൽ തന്നെ ഒഴിവാക്കുമോ, അവൾക്ക് വേണ്ടടുത്തൊക്കെ ഓളാൻ പോകുമല്ലോ, പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവള് സ്വയം പഠിച്ചെടുത്താൽ എന്നെ ഒഴിവാക്കി ഇവൾ പോകുമെന്നൊരു പേടി കാരണം അവൾക്ക് ആ ഒരു ഇതിന് അദ്ദേഹം സമ്മതിക്കാത്തതാണ്. അപ്പൊ ഇതെന്താണ്, കെയർ വേണ്ടടുത്ത് ഇയാൾ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് റെസ്പെക്ട് വേണ്ടടുത്ത് ഓണർഷിപ്പ്. ഇത് ഈ ഒരു സംഭവം ഞാൻ പറയാൻ പോകുന്ന സംഭവം നമ്മുടെയൊക്കെ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിലല്ല, നമ്മൾ 2-3 തലമുറകൾ മുന്നേറിയൊക്കെ ഇത് ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ വല്യപ്പന്മാര് വലിയ എന്താണ് മുത്തച്ഛന്മാരൊക്കെ ചെയ്തിരുന്നത്, വീട്ടിലെ എന്ത് കാര്യമാണെങ്കിലും അവരങ്ങോട്ട് തീരുമാനിക്കും. എന്ത് വലിയൊരു കാര്യമാണെങ്കിലും തന്നെ വീട്ടിന്റെ അകത്തുള്ള പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ അവരോടൊന്നും ഡിസ്കസ് ഒന്നും ചെയ്യാതെ ഇവരങ്ങോട്ട് തീരുമാനിക്കും. ഇവരുടെ തീരുമാനം എന്താണോ അത് ആ വീട്ടിനകത്തുള്ള സ്ത്രീകൾ അതങ്ങോട്ട് അനുസരിക്കുക. അപ്പൊ ആരെങ്കിലും അമ്മയോടൊന്ന് ചോദിക്കണ്ട, അല്ലെങ്കിൽ ഉമ്മയോടൊന്ന് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനാണ് തീരുമാനിക്കുക, അവളങ്ങോട്ട് അനുസരിക്കുക. ആരെ പോളേക്ക അഭിപ്രായം ചോദിക്കാൻ പോണേ, പിന്നെ വീടിന്റെ അകത്തുള്ള സ്ത്രീകളെ അല്ലേ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാൻ പോണേ. ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടൊരു ഓണർഷിപ്പ്. ഞാൻ പറയുന്നത് എന്താണ്, അത് അവർക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും അവരത് അങ്ങോട്ട് അനുസരിക്കണം, അതിലൂടെ വരണം എന്നൊരു തീരുമാനം. ഇതെന്താണ്, റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ. ശരിക്കും എന്താണ്, എന്ത് സംഭവമാണെങ്കിലും ഭർത്താവിനുള്ള അതേ ഒരു ഇത് ഭാര്യക്കും ഉണ്ട്. അപ്പൊ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് വീട്ടിനകത്തുള്ളവരോട് ചോദിക്കണം. അന്നത്തെ തലമുറയിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ വളരെ ചുരുക്കമായിരിക്കും. ഇന്ന് അതൊന്നും നടക്കൂല കേട്ടോ. ഇന്നിപ്പോ അത് നേരെ ഉൾട്ടടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ, കൊടുത്ത കൊലത്തും കിട്ടുന്നല്ലേ, ഇനി കുറച്ചു കാലം ഞങ്ങളാകട്ടെ ഇങ്ങനെ. അപ്പൊ ഇവിടെ എന്താണ്, സ്നേഹം ഇല്ലാതെ ഇവിടെ ഒരു ഓണർഷിപ്പ് നേടുകയാണ്. അതുപോലെ സെക്യൂരിറ്റി വേഴ്സസ് ഫിയർ. ഇത് ഫ്രണ്ട്ഷിപ്പിലൊക്കെ എങ്ങനെയാവുന്നു നോക്കാം. ഫ്രണ്ട്ഷിപ്പിൽ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് വേറൊരു ഫ്രണ്ടുമായിട്ട് കൂടുതൽ അടുക്കുന്നതൊന്നും നമുക്ക് സഹിക്കാതിരിക്കാം. നമ്മുടെ ഫ്രണ്ട് വേറെ ആരെങ്കിലുമായിട്ടൊക്കെ കൂടുതൽ സംസാരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവരിൽ നിന്നൊക്കെ അകറ്റിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് മാത്രം അടുപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. അപ്പോ ഈ ഒരു മൈൻഡില് നമ്മളെന്താണ്, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാണ്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഫ്രണ്ടിനെ അകറ്റും. എന്നിട്ട് നമ്മളിലേക്ക് അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട്ടു പോകാതെ എന്നെ പോകുമോ എന്നൊരു പേടി, അതാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഇടയിൽ ഈ പൊസസീവ്നെസ്സിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഈ പൊസസീവ്നെസ്സിന്റെ പിറകിലുള്ള സൈക്കോളജി എന്താന്ന് നോക്കാം. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള ആൾക്കാർ എന്ത് കാരണം കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി, ലോ ഓഫ് സെൽഫ് എസ്റ്റീം. അവർക്ക് അവരെ തന്നെ ഒരു വിലയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, എല്ലാവരും മികച്ചവരാണ്, അവരൊക്കെ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് അടുക്കും, എന്നെ ഒഴിവാക്കി അവർ പോകും. അതുപോലെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക. ഈ ഒരു തോട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പൊസസീവ്നെസ് മൈൻഡ് വരുന്നത്. അതുപോലെ അറ്റാച്ച്മെന്റ് സ്റ്റൈല്. നമ്മുടെയൊക്കെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് കണക്ഷൻ ആണോ ഡിപ്പെൻഡന്റ് ആണോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു വ്യക്തിയിൽ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ആയി പോകുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ ഒരു പൊസസീവ്നെസ് മൈൻഡ് ഉള്ളവരായി മാറും. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അവനില്ലാത്ത ലോകം എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. നമ്മൾ പറയില്ലേ, അവനില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞിയാണ് എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെയൊക്കെ ഒരു മൈൻഡുള്ള ആൾക്കാര് പൊസസീവ്നെസ് മൈൻഡുള്ളവരായി മാറും. മറ്റൊരാളിൽ ഫുള്ളായിട്ട് ഡിപ്പെൻഡഡ് ആയി പോകുന്ന ഒരവസ്ഥ. അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ്, സ്വന്തം ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ കേട്ടതോ ഒക്കെ ലൈഫിൽ തേച്ചിട്ട് പോകലുണ്ടല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ പറയണേ തേച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഇഗ്നോറ്, റിജക്ഷൻസ്, ഇതൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അറിയാതെ ആണെങ്കിലും നമ്മൾ ഒരു പൊസസീവ്നെസ് മൈൻഡിലേക്ക്
പോകും. അപ്പോൾ അതുപോലെ രണ്ട് തരം ചിന്താ വൈകല്യങ്ങൾ ഉള്ളവർക്കും പൊസസീവ്നെസ് മൈൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഊഹിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ ഹസ്ബൻഡ് ഓഫീസ് വിട്ട് വരാൻ വൈകിയാൽ അല്ലെങ്കിൽ വൈഫ് ഓഫീസിൽ നിന്ന് വരാൻ വൈകുമ്പോൾ ഹസ്ബൻഡ് നേരത്തെ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ചിന്തിക്കുക, ഇവളിപ്പോ എവിടെ പോയി, അന്ന് അവൾ ആരോട് സംസാരിക്കുന്നത് കണ്ടിന്, അവന്റെ ഒപ്പം പോയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ആള് വരാൻ ലേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബസ് കിട്ടാനിട്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ. പക്ഷെ ഇയാള് മോശം വശം മാത്രം ചിന്തിക്കുക. ഇത് ഭാര്യയും നടത്തും, ഒരാളെ മാത്രമേ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു മൈൻഡുള്ള ആൾക്കാരും പൊസസീവ്നെസ് മൈൻഡുള്ളവരായി മാറും. അതുപോലെ ഇപ്പൊ ഒരു ഹസ്ബൻഡും ഒരു അവസ്ഥയുടെ മോശം അവസ്ഥ, ഏറ്റവും മോശമായ അവസ്ഥ മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും ഒരു കാറിൽ പോകുമ്പോ യാദൃശ്ചികമായിട്ട് ഹസ്ബൻഡിന്റെ ഒരു ക്ലാസ്മേറ്റ്സിനെ കണ്ടുവന്ന് ചിന്തിക്കാം. ഈ ഒരു സമയത്ത് ആള് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഭാര്യയോട് പറയുന്നത് എന്റെ ക്ലാസ്മേറ്റ് ആണ്, ഒന്ന് സംസാരിച്ചിട്ട് വരാം, കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണെന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവരുമായിട്ട്, അത് ഓപ്പോസിറ്റ് ജെൻഡർ കൂടെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഇവരുമായിട്ട് കൂടുതൽ നേരം സംസാരിക്കുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ കാറിനുള്ളിലിരുന്ന് ഭാര്യ എന്തൊക്കെയോ എവിടേക്കെയോ എത്തുന്നത്, ഇവര് തമ്മിൽ എന്തോ ബന്ധമുണ്ട്, ഇവര് ഇത് യാദൃശ്ചികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയൊന്നല്ല, ഒക്കെ പ്ലാനഡ് ആണ്, എന്നെ ഒഴിവാക്കി ഇവർ പോകും, അങ്ങനെ ആൾ ഏതൊക്കെ ലെവലിൽ എത്തുന്നുണ്ട്. പക്ഷെ ഇവര് പണ്ട് 10ാം ക്ലാസ്സിൽ നടന്ന സാർ അടിച്ചതും ടീച്ചർ പുറത്ത് നിർത്തിയതൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ഇയാള് എവിടേക്കേ എത്തണം. അപ്പൊ ഈ ഒരു മൈൻഡുകൾ, ഈ 4 തരം മൈൻഡുള്ള ആളുകൾക്ക് പൊസസീവ്നെസ് കൂടും എന്നാണ് പറയുന്നത്. എഴുതാപ്പുറം വായിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക്. അപ്പൊ നമ്മള് പൊസസീവ്നെസ് മൈൻഡുള്ളവർ എങ്ങനെ പെരുമാറുക എന്നല്ല നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫില് നമുക്ക് കുറെ റിലേഷൻസ് ഉണ്ടാവുമല്ലോ, പേരൻസ് ആയിട്ടും നമ്മുടെ റിലേഷൻഷിപ്പും മക്കളായിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് ഇവരും നമ്മളോടൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോടൊക്കെ പെരുമാറുന്ന രീതി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പേരൻസിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പകുതിയോളം പേരൻസ് എന്ന് പറയില്ല, അത് ഭൂരിപക്ഷം വേണമെങ്കിൽ പറയാം, പേരൻസിന്റെ വിചാരം അവരുടെ സ്വപ്നം അവർക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അത് തന്റെ മക്കളിലൂടെ നേടിയെടുക്കാം, തന്റെ മക്കൾ എന്റെ സ്വപ്നം നിറവേറ്റാനുള്ള ഒരു ഉപകരണമാണ് എന്ന രീതിയിലൊക്കെ പെരുമാറുന്ന പേരൻസ് ഉണ്ട്. അപ്പോ അവരെങ്ങനെയാണ് ഈ മക്കൾക്ക് വേണ്ട കോഴ്സുകളും എല്ലാ കാര്യങ്ങളും ഇവര് തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. നീ അതും പഠിച്ചാൽ മതി, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ പെരുമാറുന്ന പേരൻസ് ഉണ്ട്. കണ്ടിട്ടില്ലേ ഇങ്ങനെ? നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇവിടെ ഇല്ല, എല്ലാരും പോയിട്ടുണ്ടോ? ഉറങ്ങാണോ? വീഡിയോ പറ്റുന്നവർ ഓണാക്കി. ഇല്ല മേഡം, ഇവിടെ അങ്ങനെ ആരും ഇല്ല. അതെ അതെ, അങ്ങനെയുള്ള ചിന്താഗതികളുള്ളവരില്ല. എല്ലാരും നല്ല കുട്ടികളാ. എന്താണ് എങ്ങനെ മക്കളോട് പറയാ, ഞാനാണ് നിനക്ക് തിന്നാൻ തരുന്നത്, ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്തു തരുന്നത്, അപ്പൊ ഞാൻ പറയുന്നത് ഇയാണ്ട് കേട്ടാൽ മതി. മക്കളെ സ്വപ്നങ്ങളോ ഒന്നും കേൾക്കാനൊന്നും നിൽക്കാതെ ഇവര് പറയുന്നത് തന്നെ അനുസരിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയില് ഇങ്ങനെയുള്ളവരെന്താണ്, ഈ മക്കള് അവരുടെ സ്വപ്നത്തിലും എത്തൂല, എന്നാൽ ഈ പേരൻസിന്റെ സ്വപ്നത്തിലും ചിലപ്പോൾ നീ എത്തിപ്പെട്ടാൽ തന്നെ അവരൊരിക്കലും അതിൽ ഹാപ്പി ആയിരിക്കില്ല. കാരണം അവരുടെ സ്വപ്നം വേറെ ലെവലായിരുന്നു. അപ്പൊ ഈ ഒരു മൈൻഡുള്ള പേരൻസ് ഉണ്ടാവും. അതുപോലെ അമ്മമാരുടെ സ്നേഹം, പ്രത്യേകിച്ച് ആൺമക്കള്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ കേട്ടോ, ആൺമക്കൾ ഒരു ടീനേജ് ടൈം വരെ നല്ല സ്നേഹത്തിൽ നിന്ന അമ്മമാര്, പിന്നെ അതിനുശേഷം മക്കൾ കാണിക്കണ കുരുത്തക്കേട് കാരണോ അല്ലെങ്കിൽ അമ്മയോടും എന്തെങ്കിലും തറുതലൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് കാരണം കൊടുത്തിക്കൊണ്ടിരുന്ന സ്നേഹം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ. പിന്നെ ആ സ്നേഹം ഒന്നായിട്ട് കൊടുക്കണ ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞാല്. സ്വത്ത് പാർട്ടീഷൻ ചെയ്യുമ്പോ. കല്യാണം കഴിഞ്ഞാല്. കല്യാണം കഴിയുമ്പോഴാണ് എനിക്കും തോന്നുന്നത്. അല്ല, തെറ്റ് നന്നാകുമ്പോ ഈ പിണക്കങ്ങൾ നന്നാകുന്ന സമയമുണ്ടല്ലോ, അത് ഭയങ്കര മൊമെന്റ് ആണ്. ജോലി കിട്ടി വരുമ്പോ. കേൾക്കുന്നില്ല. ഉമ്മ മരിച്ചിട്ട്. അല്ല, പിന്നെ വരുന്നത് മക്കൾ ആ സ്ഥലത്ത് എത്തുമ്പോഴാണ്, മക്കളും പേരൻസ് ആവുമ്പോഴാണ്.
ടീനേജ് ടൈമിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം കാണുമ്പോ മക്കള് പിന്നെ ഇങ്ങനെ നേരം വൈകി വീട്ടിലൊക്കെ കയറി വരിക, അങ്ങനെ അമ്മ ഉപദേശിച്ചൊക്കെ തോറ്റു കഴിഞ്ഞാൽ അമ്മ അതുവരെ ഇങ്ങനെ നടന്നിരുന്ന അമ്മ കുറച്ച് കുറച്ച് സ്നേഹം ചൂടാവലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന സ്നേഹം ഒന്നിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു സമയമാണ് അത്. അമ്മ അധികം വാർദ്ധക്യത്തിലെത്തൊന്നും വേണ്ട. അതുപോലെ മകന് എന്താണ് വയസ്സാവുമോ പേരക്കുട്ടികളും ഉണ്ടാവുമോ അതൊന്നും വേണ്ട. അതിന്റെ മുന്നേ തന്നെ ഒന്നിച്ചങ്ങോട്ട് കൊടുക്കൽ തുടങ്ങും. എപ്പോഴാന്ന് വെച്ചാല് മകന് കല്യാണം കഴിച്ചതിന് കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്നാല് ഒരു ചായ എന്ന് മകൻ പറയുന്നതിന് മുന്നേ മുന്നിൽ 2 ചായ. അതുവരെ അമ്മയെ ഒരു ചായ കുടിച്ചാൽ എന്താ ഇവിടെ കറക്റ്റ്. തരണോ? മരുമകൾ ഒരു ചായ കൊണ്ട് എത്തുന്നതിന്റെ മുന്നേ മറ്റൊരു ചായയുമായിട്ട് മുന്നിലിരിക്കും. ഇതുപോലെ എങ്ങനെ പെരുമാറുന്നു, മകനോട് എങ്ങനെ അതിനപ്പുറം അമ്മ മോനെ അങ്ങനെ ഭയങ്കര ഇതില്. എല്ലാ അമ്മമാരെയൊന്നും ഞാൻ പറയുന്നില്ല, ചില അമ്മമാരൊക്കെയാണ് പറയുന്നത്. അപ്പൊ മരുമകളിലേറെ സ്നേഹം ഞാൻ കൊടുക്കണുണ്ട് എന്നെ മോന് മനസ്സിലാവണം. ഈ ഒരു രീതിയിൽ അതെന്താണ് പൊസസീവ്നെസ് മൈൻഡ് കൊണ്ടാണ്. ഇവളെങ്ങാനും സ്നേഹം കൂടുതൽ കൊടുത്ത് എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയാലോ, എന്നോട് ദേഷ്യം തോന്നിയാലോ എനിക്ക് എന്റെ മകനെ നഷ്ടമാവും. ഈ ഒരു ചിന്ത കൊണ്ടാണ് അമ്മമാർ ഇങ്ങനെ പെരുമാറുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അല്ലെ? സ്വാഭാവികമാണ്. അപ്പൊ എവിടെ മക്കളും മകനും മരുമകളും എവിടെയെങ്കിലൊക്കെ പോകാൻ നിൽക്കുമ്പോ അമ്മ അതിന് മുടക്കിടുന്ന സംഭവങ്ങളൊക്കെ നമ്മള് കാണാറുണ്ട്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഓണാക്കി വീഴും, വെക്ക്. അല്ലെങ്കിൽ ഭയങ്കര രസമുണ്ട് ക്ലാസ്. പ്ലീസ്. സോറി. അല്ലെ പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. സോറി. ഫീഡ്ബാക്ക് അതിന്റെ ഇടയ്ക്ക് തന്നെ കിട്ടിയല്ലോ, താങ്ക് യു. അപ്പൊ ഇങ്ങനെ പെരുമാറുന്നത് ഈ ഒരു തോട്ട് കൊണ്ടാണ്, എന്റെ മകനെ എനിക്ക് നഷ്ടമാവുമോ എന്നൊരു പേടിയുണ്ട്. ഇനി ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെയാ നോക്കാം. ഫ്രണ്ട്ഷിപ്പിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, എന്റെ ഫ്രണ്ട് എനിക്ക് നഷ്ടമാവുമോ, എന്നേക്കാൾ മികച്ച ഒരാളുമായിട്ട് ഇവര് സംസാരിക്കുന്നത് കാണുമ്പോ അവൻ സംസാരിക്കുന്ന ആള് എന്നേക്കാൾ മികച്ച ഒരാളാണ്, അപ്പൊ എന്നെ ഇട്ടുവാണ്ട് ഇവൻ പോകും. ഈ ഒരു തോട്ടൊക്കെ കാരണം നമ്മൾ ഫ്രണ്ട്സിനെ വേറെ ആരായിട്ട് കൂടുതൽ അടുക്കില്ല. അതുപോലെ എന്റെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ എന്ത് കാര്യം നടന്നിട്ടുള്ളതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ അറിയേണ്ട ഒരാൾ ഞാനാണ് എന്നൊരു തോട്ടും ഈ പൊസസീവ്നെസ് മൈൻഡ് ഉള്ളവർക്ക് ഉണ്ടാകും. എന്റെ എക്സ്പീരിയൻസ് അറിയാം. ഞങ്ങൾ സൗദിയിലായി. അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഏരിയയിൽ നിന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പാട്ടോ, ആദ്യം താമസിച്ചിരുന്ന ഒരു ഏരിയയിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് റൂം ഷിഫ്റ്റ് ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട് അവിടെ പുതിയ റൂമിൽ വന്നിട്ട് ഒരു ബിൽഡിങ്ങില് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം, നിനക്ക് അയൽവാസിയാവുമല്ലോ, അപ്പൊ പോരി അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോ എന്റെ ഫ്രണ്ടിന്റെ ഈ ഫ്രണ്ടും ഇവളും കൂടെ ഭയങ്കര സംസാരം. അവരുടെ ഒരു കോമൺ ആയ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലേക്ക് പോയപ്പോ ആ ഫ്രണ്ട് ലിഫ്റ്റില് കുടുങ്ങി. റൂമില് ഫ്ലാറ്റിലെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ്. ലിഫ്റ്റിൽ കുടുങ്ങിയ കഥ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് പറയാണ് ഇവളോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചടി എന്നൊക്കെ പറഞ്ഞ് കുറെ ബുദ്ധിമുട്ടി. ഇത് കേട്ട ഉടനെ എന്റെ ഫ്രണ്ട് പറയണ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അനുഭവം. ഞാനും മോളും കൂടെ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ 2 ഫ്ലോറുകളുടെ ഇടയിൽ വെച്ച് ഈ ലിഫ്റ്റ് സ്റ്റെക്കായി. മോള് കുഞ്ഞാണ്, അപ്പോൾ ഒരുപാട് കരഞ്ഞു. ഈ കരച്ചില് കേട്ടിട്ട് സ്റ്റെയർ കയറി പോകുന്ന ഒരു പാകിസ്ഥാനി എങ്ങനെയൊക്കെ അത് ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കിങ്ങാണ്ട് അയാളെ ഷോൾഡർ കാണിച്ചു കൊടുത്തു, അവളെയും കുഞ്ഞിനെയും താഴെ ഇറക്കി എന്നൊക്കെ ഒരു കഥ പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ട് നോക്കിയായിരുന്നു. എന്റെ ഫ്രണ്ട് ഈ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് കുറച്ച് പൊസസീവ് മൈൻഡ് ഉണ്ട് കേട്ടോ, ഇപ്പൊ അങ്ങനെയൊന്നല്ല, അപ്പൊ ഞാൻ പാവം കുട്ടിയാണ്. അപ്പൊ ഇവള് ഇത് പറഞ്ഞപ്പോ ഞാൻ എന്താ ചിന്തിക്കണേ, ഇവിടെ കഥയിലൊന്നും ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാൻ പോലെ ഇവൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല, അപ്പൊ ഞാൻ ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഈ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഫ്രണ്ടിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഇവളോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്, എന്തുകൊണ്ട് ഇത് എന്നോട് നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു മറ്റോള് ലിഫ്റ്റിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്, നമ്മളങ്ങനെ ആ ഒരു ഇതിക്ക് പോയിട്ടില്ല, സംസാരിക്കാൻ പോയിട്ടില്ലല്ലോ, അത് കാരണമാ പറയാത്തത്. ഇത് ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് ചിരിക്കാറുണ്ട് കേട്ടോ, എന്തായിരുന്നു അന്നത്തെ എന്റെ മൈൻഡ് എന്നുള്ളത്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ ആയിരിക്കും. ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്നതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നൊരു മുൻവിധിയിൽ നമ്മൾ നടക്കുക. ഇനി നമുക്ക് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ റിലേഷൻഷിപ്പിൽ എങ്ങനെയാവും ഈ പൊസസീവ്നെസ് ഉണ്ടാകുക.
നമ്മൾ പറയുമൊക്കെ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ലൈഫിലുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം പറയണം. പക്ഷെ അത് അത്ര പോസിബിൾ ആണോ? എല്ലാ A to Z കാര്യങ്ങളും ഒരാള് ഒരു ഡേ ലൈഫിൽ നടക്കുന്നത് മുഴുവൻ പാർട്ട്ണറോട് വന്ന് പറയുക, തിരിച്ചും പറയാന്ന് പറഞ്ഞാല് നടക്കുമോ? എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളിപ്പോ ഒരു വഴിയിലേണ്ട് ഇറങ്ങിയ കണ്ട പൂച്ചനെ, ഇന്ന പൂച്ചനെ കണ്ടു, ഈ കളറ് നായിനെ കണ്ടു, അങ്ങനെ എല്ലാതും A to Z കാര്യങ്ങൾ നമ്മൾ തിരിച്ചു വന്ന് വീട്ടിൽ പറയാം. വീട്ടിലും തന്നെ അതുപോലെ എന്റെ ഇല്ല ഇവിടെയും ഇല്ല വന്ന് പറയാറില്ല പറയാം. മാഡം, പറയാറില്ല. മുഴുവനായിട്ട് അങ്ങനെ പറയാൻ അല്ലേ, കാരണം നമുക്ക് ലൈഫ് ലോങ് അത് സാധ്യമാവുന്ന തോന്നണില്ല. അപ്പോ ഇതേയൊക്കെ രീതിയിൽ ചിലര് പറയും, നീ ആരോടൊക്കെ സംസാരിച്ചു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ഭർത്താവ് ഭാര്യനോട് പറയും, അങ്ങോട്ട് പോകുമ്പോ നീ ഡ്രസ്സ് ഇട്ടാൽ മതി, നീ ഇവരോടൊക്കെ സംസാരിച്ചാൽ മതി. ഈ അയൽവക്കത്തുള്ളവരപ്പോ പെണ്ണ് കയറി വന്ന പുതിയ ആളാവുമല്ലോ, അപ്പൊ ഇന്ന വീടുകളിലൊന്നും പോകരുത്, അല്ലെങ്കിൽ അവരുമായി സംസാരിക്കരുത്, ഞാൻ പറയുന്ന ആളുകളോട് മാത്രം നീ സംസാരിച്ചാൽ മതി. അങ്ങനെ എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കുക. പിന്നെ ഫോണ് ചെക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകൾ ഉണ്ടാവും. എപ്പോഴും ക്വസ്റ്റ്യൻസ്, ആരാണത്, എന്താണ് ഇവളുടെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഇവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്കൊരു അസ്വസ്ഥത. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കുറെ പേരുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, ഒരു സംശയ രോഗികളെ പോലെ ഭാര്യക്ക് അങ്ങനെ തോന്നുന്നു, ഇയാൾക്ക് ഇന്നെ വിശ്വാസമല്ലേ, എന്താണ് ഇങ്ങനെ. അപ്പൊ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെടുന്നത് തന്നെ ഭാര്യയും, അല്ലെങ്കിൽ ഭാര്യയാണ് പൊസസീവ്നെസ് മൈൻഡ് ഉള്ള ഒരാളെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ഭർത്താവും ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ഭർത്താവും കഴിക്കാൻ പാടില്ല, ഈ ഒരു തോട്ടിലൊക്കെ പെരുമാറുന്ന ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പോകുമ്പോ ഇവരെന്താണ്, ഒരു സംശയരോഗത്തിന്റെ വക്കില്, അല്ലെങ്കിൽ സംശയരോഗി എന്ന് തന്നെ പറയുന്ന രീതിയിലായിരിക്കും. ചിലരൊക്കെ പറയുന്നത് കണ്ടല്ലേ, അയാൾ എന്റെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആരോടൊക്കെ സംസാരിച്ചു ഒന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും വേറെ ആരെങ്കിലും വഴിയൊക്കെ ഇയാൾ അന്വേഷിച്ചറിയും, എന്നിട്ട് അതിനനുസരിച്ച് എന്നോട് വന്ന് പെരുമാറും, ഇങ്ങനെയൊക്കെ പറയുന്ന ആള്. അപ്പൊ ഈ ഒരു അവസ്ഥന്റെ ഇതന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. സെക്കൻഡ്. ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നല്ല രസമല്ലേ? ഇല്ലേ, കാണുന്നില്ലേ? കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. എന്ത് രസം? അയാളെ കാണാൻ നല്ല ഭംഗിയില്ലേ? മുഴുവൻ മേക്കപ്പ് അല്ലേ? അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗിയുണ്ടാവും. മേക്കപ്പ് ഇല്ലാതെയും ഭംഗിയുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ, അതിലുണ്ടാവോ മേക്കപ്പ്? സിനിമാ നടന്മാരല്ലേ, എപ്പോഴും കാണും മേക്കപ്പ്. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ശോഭക്കറിയോ, സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്? ചുമ്മാ. ഓ, സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. നമുക്ക് കിളക്കാൻ പോകാം, അന്തസ്സുണ്ട്. ഫാക്ടറി പണിയെടുക്കാം, അന്തസ്സുണ്ട്. പ്രിന്റിംഗ് പ്രസ് നടത്താം, വളരെ വളരെ അന്തസ്സുണ്ട്. അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പാ. എന്തൊക്കെയായി പറയുന്നേ? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്. മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്. ഇതുപോലെയൊക്കെ ആവൂലേ ഈ ഒരു മൈൻഡിലുള്ള ആൾക്കാര് പെരുമാറുക. ഇങ്ങനെ ആവുമ്പോഴെന്താണ് സംഭവിക്കുക? ആ ബന്ധം തന്നെ തകരാനുള്ള ഇതുണ്ട് അല്ലെ. അധികമൊന്നും അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. എത്രയായാലും ഈ ഒരു സംശയരോഗത്തേക്ക്, ഈ പൊസസീവ്നെസ് എത്തിയാല് പിന്നെ അവിടുന്ന് അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ കോൺസിക്വൻസ്. ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഇത് നമ്മളെ ബാധിക്കും. ഷോർട്ട് ടേം ആയിട്ട് എന്താണ്, നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും
പൊസസീവ്നെസ് മൈൻഡ് ഉള്ള ഒരാളാണ് നമ്മൾ ഒരാളോട് ആ ഒരു രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ പെരുമാറുന്ന ആളുടെയും മനസ്സമാധാനം ഇതുവഴി നഷ്ടപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചിന്തിച്ചോണ്ടിരിക്കും, എന്തായിരിക്കും ഇപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞേ, എന്താ അയാൾ ഇങ്ങനെ, അത് ചിന്തിച്ച് നമ്മുടെ മനസ്സമാധാനം നഷ്ടാവും. അടുത്തത് ലോങ് ടേം ആയിട്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പൊ ഒരു അമ്മ കൂടുതൽ പൊസസീവ്നെസ് ആവുകയാണെങ്കിൽ ഭാര്യക്ക് അധിക നാളൊന്നും അങ്ങനെ ചിലപ്പോ കൊണ്ടുപോകാൻ കഴിയും, ചിലവർക്കൊന്നും കഴിയില്ല. ചിലവർക്ക് പറയണേണ് എന്തിനും ഏതിനും അമ്മയാണ്, എന്ത് കാര്യത്തിനും മുന്നോട്ട് വിളിക്കുന്നത് അമ്മനെയാണ്, അല്ലെങ്കിൽ അമ്മ ഒരു ഫ്രീഡം എനിക്ക് അവിടെ തരുന്നില്ല. ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ എന്താണ് ആ ബന്ധത്തെ അത് ബാധിക്കാറുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, പേരൻസിന്റെ ഇടയിലാണെങ്കിൽ പോലും, പേരൻസിന്റെ ഇടയിൽ മക്കളും പറയും എന്തിനും ഇങ്ങനെ അച്ഛന്റെ നിർദ്ദേശങ്ങൾ മാത്രം അല്ലെങ്കിൽ ഉപ്പാന്റെ തീരുമാനങ്ങൾ മാത്രമാണ് അവിടെ പോകുന്നത്. ആ ഒരു വ്യക്തി, ഞാൻ എന്നൊരാള് അത് നിറവേറ്റുക അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അത് അനുസരിക്കുക മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് കേൾക്കാനോ എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ കേൾക്കാനൊന്നും പേരൻസിന് സമയമില്ല. അപ്പൊ ഈ രീതിയിലാവുമ്പോൾ മക്കളും പേരൻസും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ആ ഒരു വിള്ളല് വരാറുണ്ട്. അപ്പൊ ലോങ് ടേം ആയിട്ട് എന്താണ് ഇത് നമ്മളെ ഒരു റിലേഷനെ നല്ല രീതിയിൽ ബാധിക്കും. ഈ ഒരു മോശം സ്വഭാവമാണ് ഇത്, നമുക്ക് മനസ്സിലായി അല്ലെ? പൊസസീവ്നെസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. അത് കൂടിപ്പോയാൽ നമ്മൾ സംശയരോഗത്തേക്ക് എത്തുന്നു പറഞ്ഞ്. അപ്പോ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ സെൽഫ് അവയർനെസ് ഉണ്ടാക്കാം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, എന്തിനെയാണ് ഈ ഒരു തോട്ട് നമുക്ക് വരികയാണെങ്കിൽ എന്തിനെയാണ് ഈ ഭയക്കുന്നത്, എന്താണ് എന്റെ പ്രശ്നം, നമ്മളോട് തന്നെ സംസാരിക്കാം. കേൾക്കുമ്പോൾ അതിന് ചിലപ്പോൾ എനിക്ക് ഭ്രാന്തുണ്ടോ എന്നൊക്കെ പറയും, പറഞ്ഞോട്ടെ, നമുക്ക് നന്നാവാനുള്ള ഒരു വഴിയാണ്. അപ്പൊ എന്തിനെയാണ് പേടിക്കുന്നത്, എന്താണ് എന്റെ പ്രശ്നം, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് നമ്മളെ മനസ്സിനോട് നമ്മൾ അതൊരാളായി കണ്ടിട്ട് അങ്ങോട്ട് സംസാരിക്കുക. അപ്പൊ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിന്നെ ഇഷ്ടപ്പെടുന്ന ആരും നിന്നെ വിട്ടെറിഞ്ഞു പോകില്ല, ഈ രീതിയിൽ പെരുമാറിയാലാണ് ഇട്ടെറിഞ്ഞു പോവുക എന്നൊക്കെ നമുക്ക് അവിടുന്ന് ഉത്തരം കിട്ടും. അതുപോലെ സെൽഫ് വർത്ത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക. ഒരാളിൽ ഡിപ്പെൻഡഡ് ആയി പോവാതെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ആവുമ്പോഴെന്താണ് ഒരിക്കലും കയറി വരില്ല. പിന്നെ ഇത് മാത്രമല്ല എൻ്റെ ലോകം, ഇതിനപ്പുറം എനിക്ക് ലോകമുണ്ട്. ഇനി അഥവാ ഇയാൾ എന്നെ ഇട്ട് പോവുകയാണെങ്കിൽ പോട്ടെ പുല്ല് എന്നറിയില്ലേ, അതുപോലെ ആണ് പോട്ടെ, എനിക്ക് ഇതിന്റെ അപ്പുറവും ലോകമുണ്ട്, എനിക്ക് ഇനിയും വളരാനുണ്ട്. ആ ഒരു തോട്ട് നമുക്ക് മൈൻഡിൽ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഹെൽത്തി ബൗണ്ടറീസ്, ലവ് പ്ലസ് ഫ്രീഡം പ്ലസ് ഹെൽത്തി ബോണ്ട് എന്നാണ്. അപ്പോൾ അത് ആരായാലും അയാളൊരു വ്യക്തിയാണ്, മറ്റാളൊരു വ്യക്തിയാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടത്താനുള്ള ഒരു ഡോളല്ല, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയ ഒരു ഡോളല്ല. അവർക്കും അവരുടേതായത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിലേഷൻഷിപ്പിലാണ്. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കെട്ടിയ ഒരാളാണെങ്കിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രൈവസി ഉണ്ട്, അവരുടെ കുടുംബമുണ്ട്, അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ പോലെ തന്നെ അവർക്കും ചുറ്റുപാടുകളുണ്ട്, അവരുടേതായ സ്വഭാവങ്ങളുണ്ട്. അതുമായിട്ട് അവരും മുന്നോട്ട് പോട്ടെ, അവരുടെ ഹാപ്പി. അങ്ങനെ അതിൽ ഒരിക്കലും ഞാൻ കൈ കടത്താൻ പാടില്ല എന്ന് ഹസ്ബൻഡും വൈഫും തിരിച്ചറിയുക. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടത്താനുള്ള ഒരു ഡോളല്ല അദ്ദേഹം എന്നും അല്ലെങ്കിൽ ആ ഭാര്യ എന്നും പരസ്പരം തിരിച്ചറിയുന്ന അവരുടെ ഒരു ഫ്രീഡം, അത്യാവശ്യത്തിനെങ്കിലും ഒരു ഫ്രീഡം കൊടുക്കുക. അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ മൈൻഡിലേക്ക് നമുക്ക് പോവുകയാണ് എന്നൊക്കെ തോന്നുമ്പോൾ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിനോടോ പറയാടാ, നീ മറ്റാളുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, ഇനി എനിക്ക് നഷ്ടമാകുമോ, എന്താണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് അവരോട് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇങ്ങനെ ചിലവരൊക്കെ എന്താ ചെയ്യുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കാതെ അതിനെ വളഞ്ഞ് മൂക്ക് പിടിക്കണ പോലെ അവർക്ക് മനസ്സിലാകൂല എന്ന് നമ്മളത് പറഞ്ഞു എന്നൊരു തോട്ടിലായിരിക്കും നമ്മള്, പക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ കാര്യം ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ അവർ തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി തരും. അനക്ക് നിന്റെ ചിന്തയാണ് എന്താണ്, നിന്നെ വിട്ട് ഇങ്ങനെ വാനങ്ങൾ പോവാതെ എൻ്റെ ഫ്രണ്ട് അല്ലേ, അവരോട് നമുക്ക് സംസാരിക്കല്ലേ, അവരെന്നെ നമുക്ക് റിപ്ലൈ തരുമ്പോൾ നമുക്ക് സമാധാനം. അതുപോലെ അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമ്മളെന്താണ് ഇതുവരെ നമുക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അത് എന്താണ് ഈ ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് അത് വരില്ല. നമ്മളിങ്ങനെ ബ്രീത്ത് എക്സസൈസ് നടത്തുക, ഡെയിലി നമ്മൾ നടത്തുന്ന ഒരു ഇതിനായിട്ടൊരു ടൈം നമ്മൾ കണ്ടെത്തുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, ജേർണലിങ് എഴുതുക, നമ്മളുടെ ഇമോഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ലേബൽ ചെയ്യുക. എന്താണ് എൻ്റെ പ്രശ്നം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ ചിന്തിച്ചത് മനസ്സിലാക്കുക. അതുപോലെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു തോട്ട് വരികയാണെങ്കിൽ നമ്മൾ 5 കാര്യങ്ങൾ ഓർക്കുക, 4 കാര്യങ്ങൾ നമുക്ക് തൊടാൻ കഴിയുന്ന 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നു കരുതണോ, അത് കാരണമാണ് വിശദീകരിക്കണില്ല. ഇതൊക്കെയാണ് ദോഷങ്ങളും അത് വരാതിരിക്കാനുള്ള വഴികളും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആരും ഒരിക്കലും തളത്തിൽ ദിനേശനും ദിനേശിയും ഒന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരോടും നല്ല നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് മനസ്സിൽ വരുന്ന തോട്ട് ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോർ എനിക്ക് തന്നതിന് കോഫി ടോക്കിലെ എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഞാൻ മൈക്ക് ചെയർമാന് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതുവരെ കേട്ടതിന് പ്രത്യേകം നന്ദി. താങ്ക് യു മാം. ഇടയിൽ വെച്ചിട്ട് ഫീഡ്ബാക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നത്, വൈഫ് അവിടെ അടുക്കളയിൽ അവിടെ എത്തിയിരുന്നു. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു ക്ലാസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും, നല്ല രസമുണ്ട്, എന്തായാലും ഈ കയറുന്ന് പറഞ്ഞു. ചെറിയ തിരക്കിലാകാൻ കാരണം എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണമാണ് അല്ലെങ്കിലും പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട്. നമുക്കറിയാത്ത കുറെ സംഭവങ്ങളുണ്ടല്ലോ, പഠിച്ചിട്ട് വന്നിട്ടാണല്ലോ അവിടെ പറയുന്നത്. അപകർഷാബോധം, സംശയരോഗം, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ദിനേശന് ഉണ്ടായിരുന്നത്. അതും ഒരു എന്താ പറയാ, മനുഷ്യനെ രാവിലെ തന്നെ ചിരിപ്പിക്കുന്ന ലെവലിലേക്കുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടൊക്കെ മാം നമ്മളെ എനർജിക്കായി ചേർത്ത് നിർത്തലാണ് ഈ ദാമ്പത്യ ജീവിതം. അത് ചിലത് പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ പോകും, ചിലത് അങ്ങനെ ഒരു ലെവലിൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ ആയിട്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകും. എല്ലാവർക്കും ചിലപ്പോൾ നല്ലതൊന്നും കിട്ടിയൊന്നും വരൂല. എങ്കിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കൊന്നും കേൾക്കുമ്പോൾ 1-2 ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമല്ലോ. അതൊക്കെ തന്നെയാണ് ഈ കോഫി ടോക്ക് കൊണ്ടുള്ള നമുക്കുള്ള ഉപകാരം. ഏതായാലും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുക. എല്ലാവരും ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവരാണ് ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴുള്ളൂ ഇതുപോലുള്ള നമ്മുടെ ട്രെയിനർമാർക്കൊരു പ്രചോദനം. അവർക്ക് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ അവരും എക്സൈറ്റഡ് ആയിട്ട് മാറുക. ഏതായാലും ഓൾ വെൽക്കം ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ്. നന്നായിരുന്നു. സബ്ജക്റ്റില് നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. കാര്യങ്ങളെ ഒരുപാട് പഠിച്ച് ആണ് അവതരിപ്പിച്ചത്. പിന്നെ എപ്പോഴും ഈ ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റുകൾ നമ്മുടെ അനുവാചകരെ ഉണർത്താൻ ഒരുപാട് സഹായിക്കും. അതായത് നമ്മളെ പ്രേക്ഷകർ എത്ര പേര് ഉണ്ടെങ്കിലും വലിയ വലിയ സദസ്സിൽ പോലും സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ്. അതായത് എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവർക്കും അവരുടെ വീട്ടിലെ അമ്മയുടെയും അച്ഛന്റെയും സ്നേഹമുണ്ട്, ഭാര്യയുടെയും മക്കളെയും സ്നേഹമുണ്ട്. അപ്പൊ ഓരോ വ്യക്തിയും ആ സബ്ജക്റ്റുമായി നമ്മളെ കണക്ട് ചെയ്യും. അങ്ങനെയുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ആദ്യമേ ഒരു ബിഗ് താങ്ക്സ്. നന്നായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും അത് വളരെ മനസ്സിനോട് ചേരും. അങ്ങനെ ചില ട്രെയിനിങ് സെഷനുകൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ്, സബ്ജക്റ്റിന്റെ ഒരു പ്ലസ് പോയിന്റ് അത് മേഡത്തിന് മാക്സിമം കിട്ടി. മാത്രമല്ല പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തു. പക്ഷെ ഇതൊരു വലിയ സബ്ജക്റ്റാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സബ്ജക്റ്റുകൾ, അത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ട്രെയിനർ എന്ന നിലയിൽ നമ്മൾ ഇത്തരം സബ്ജക്റ്റുകൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമാണ്. കാര്യം ഇത് പൊസസീവ്നെസ് ഒക്കെ ഏതെങ്കിലും ഫാമിലിയുടെ ബന്ധത്തിനിടയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓരോ ദിവസത്തെ ജീവിതവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കപ്പിൾസിലായാലും കുടുംബത്തിൽ പേരൻസിന്റെ ഭാഗത്തുനിന്നായാലും. അപ്പൊ ഇതിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. വളരെ നന്നായിരുന്നു ഇങ്ങനെ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തതിനും ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്താൻ ട്രെയിനർ എന്ന നിലയിൽ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. താങ്ക് യു. ആരും വിളിക്കുന്നൊന്നുമില്ല, എല്ലാവരും പറയാ. വിളിക്കുന്ന ടൈം നമുക്ക് താങ്ക് യു ഉസ്മാൻ സാർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു വിഷയം. സജന മാം, കൺഗ്രാജുലേഷൻ. ദാമ്പത്യ സ്നേഹത്തെ അല്ലെ ബന്ധത്തെ താങ്ങി നിർത്തുന്ന 4 നെടും തൂണുകളാണ് സാ ചേർത്ത് 4 വാക്കുണ്ടെന്ന് പറയും. ഒരു സമാധാനം, സ്നേഹം, സഹിഷ്ണുത, സമർപ്പണം. സമർപ്പണം, സഹിഷ്ണുത, സ്നേഹം, സമാധാനം. ഈ 4 സായ ഉണ്ടായാലും ഒരു സാ വന്നാൽ തീർന്നു. ആ സായാണ് സംശയം. ഞാൻ ഈ കുടുംബ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് അധികവും കേസുകൾ വരുന്നത് 2 റീസൺസ്. ഒന്ന് ഫിസിക്കൽ വയലൻസ് വരുന്നു, 2 സംശയമാണ്. അപ്പൊ ഈ സംശയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഈ സംശയിക്കുന്ന ഭർത്താവിനോട് പറയാണ്, സുഹൃത്തെ നിങ്ങൾ സംശയിക്കുന്നത് ശരിയല്ല കേട്ടോ, നിങ്ങളുടെ ഭാര്യ നല്ലതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം എന്താണെന്നറിയോ? ഈ പറയുന്ന വക്കീലിനാണ് പ്രശ്നം. പിന്നെ വക്കീലിനോട് സംശയം. കാരണം ഇയാൾ ഭാര്യയെ ന്യായീകരിച്ചല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അപ്പൊ അതിനുള്ള പരിഹാര മാർഗം ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ. 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഒന്നാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അവിടെ മാം പറഞ്ഞ ആ കാര്യം പൂർണ്ണമായിട്ട് പരിഹാര മാർഗമല്ല. അയാൾ പറയാണ് ഞാൻ എന്റെ വികാരം എന്താണ്, അതൊന്നും ചിന്തിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. അതിന് എന്ത് വേണം? അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതായത് സൈക്കോ തെറാപ്പി പ്ലസ് ട്രീറ്റ്മെന്റ്, അതാണ് അതിനുള്ള പരിഹാര മാർഗം. കാരണം ഒട്ടനവധിയായ കേസിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന കൗൺസിലറും പെടും, എല്ലാവരും പെടുന്ന സാഹചര്യമാണ്. അപ്പൊ നല്ലൊരു വിഷയമായിരുന്നു മാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബാക്ക് ടു യു ഉസ്മാൻ സാർ. ഇതിനിടയിൽ ഇന്ദു മാം എന്ന് ഇടയിൽ പറഞ്ഞു, പറയൂ ഇന്ദു മാം. ഗുഡ് മോർണിംഗ് ഉസ്മാൻ. ഗുഡ് മോർണിംഗ് സജന മാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ചിലപ്പം എന്താ പറയാ, വർക്ക് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബിസി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ റൂഡായിട്ടൊക്കെ കുട്ടികളോട് പെരുമാറുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തിയത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും നല്ലൊരു സെഷൻ ആൻഡ് വെരി പ്ലീസിങ് പേഴ്സണാലിറ്റി. ചിരിച്ചോണ്ട് ഓരോരുത്തർ ഫീഡ്ബാക്ക് പറയുമ്പോഴും ഞാൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതാണ്. വെരി പ്ലീസിങ് പേഴ്സണാലിറ്റി. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സജന മാം. നല്ല സെഷനായിരുന്നു. ഒരു വീട്ടിലുള്ള ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പോലെ തോന്നിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അമ്മമാർക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം കൂടുമെന്നുള്ളത്. അത് ശരിയാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. അത് പലരും മറച്ചു വെക്കുന്നതാണ്, പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. ഇനിയും വരണം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. അടിപൊളി സെഷൻ. ഇപ്പൊ നേരെ ഉൾട്ടേണ്. ഇനി ഞങ്ങളൊന്നും നന്നാവട്ടെ. ആ വേർഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനും അങ്ങനെ തന്നെയായി മാറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓവറാ തിരിച്ചടിക്കും. സോറി സജന മാം, ബേബി ആണ്, കൂടരഞ്ഞിക്കാരനാണ്. ഓക്കെ, സെഷൻ നന്നായിരുന്നു. പക്ഷെ ഈ സെഷൻ ഒരു വളരെ വാസ്റ്റ് ഏരിയ ഉള്ളതാണ്. ഒത്തിരി നമ്മളൊരു 10-20 അരമണിക്കൂർ കൊണ്ടൊന്നും ഓക്കെ, എന്നാലും വളരെ മനോഹരമായ ഒരു ഫാമിലി സിറ്റുവേഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തട്ടിയിട്ടുണ്ട്. സന്തോഷമായി. എന്നാൽ ഒരു കാര്യം, അത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞല്ലോ ലിഫ്റ്റിൽ കയറിയ കൂട്ടുകാരി അത് നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. അല്ല, അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യവും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ചിലര് വളരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന, പക്ഷെ അറിയാതിരിക്കുകയല്ലോ, അതൊരു വിഷമസന്ധിയാണല്ലോ. വിഷമസന്ധി വരുമ്പോൾ നമ്മൾ എന്തായാലും എൻ്റെ ഓടി അങ്ങനെ പറ്റിയായിരുന്നു, എന്നാലും അയാൾ വന്ന് ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയുന്നതും ഒരു വലിയ ഒരു കാര്യമാണല്ലോ. അത് നമുക്കും ഒരു മോട്ടിവേഷനാണ്. പക്ഷെ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം അതെനിക്ക് പല സന്ദർഭങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലര് നമ്മൾ വളരെ ട്രൂത്ത്ഫുൾ ആണെന്ന് വിചാരിക്കുന്നവരും, പക്ഷെ അവർ അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മളോട് ആ കാര്യം റിവീൽ ചെയ്യാറില്ല. അപ്പൊ അത് സൈക്കോളജിക്കലി ആയിട്ട് എന്താണ് അതിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സംശയം കൂടി എനിക്കുണ്ട്. എന്നാലും നിങ്ങളുടെ ക്ലാസ് വളരെ മനോഹരമായി, അത് എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമാണ്. താങ്ക് യു വെരി മച്ച്. സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോ അവന് പറയണെന്ന് ഉള്ളിലുണ്ടാകും, പക്ഷെ സംസാരിച്ച് വേറൊരു ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമ്മളത് മറന്നു പോവാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും. നമ്മളാവണമെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഇന്നാളോട് ഇന്നത് പറയണമെന്ന് പറയും, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സംസാരം അത് വേറൊരു ടോപ്പിക് ആകുമ്പോൾ നമ്മൾ ആ ഒരു വഴിയെ പോകും. അങ്ങനെ മറക്കുന്നതും ആകാം. ഹലോ സജ്ജന മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ പ്ലീസിങ് ആയിട്ടുള്ള സ്മൈല് ഉണ്ട്, അത് തന്നെ വളരെ അട്രാക്റ്റീവ് ആണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് നാടൻ ശൈലികൾ കൊണ്ടുവന്നത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. വലിയൊരു തിക്കും തിരക്കൂല ഒച്ചയും ബഹളമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയും ട്രെയിനിങ് എടുക്കാം, നമുക്കത് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാം എന്ന് ഒരു പുതിയൊരു അറിവായിരുന്നു. ഓക്കെ, താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. സജന മാം, ഞാൻ ഹേമരജനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളിയായിരുന്നു, അടിപൊളി സെഷൻ.
എനിക്കൊരു കാര്യം, പണ്ടത്തെ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്ന എന്റെ ചേട്ടന്റെ. സത്യത്തില് പൊസസീവ്നെസ് ഇന്ന് ഇതിലിരിക്കുന്ന എല്ലാവർക്കും, ഭാര്യയ്ക്കും ഉണ്ടാവും, ഭർത്താവിന് ചെറുതായിട്ടെങ്കിലും ഉള്ളിലുണ്ടാവും, പുറത്ത് പറയത്തില്ല. അപ്പോ ഞാൻ എനിക്ക് ഉണ്ടായ ഒരു കാര്യം പറയാം. നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മള് സാറ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അത് വീട്ടിൽ വന്ന് പറയാറുണ്ട്. അപ്പൊ ഞാനിത് ചേട്ടനോട് പറഞ്ഞപ്പോ, പക്ഷെ പറയാതെ തന്നെ ഞാൻ അറിഞ്ഞു ആ ഫേസിൽ വന്ന ആ ഒരിത്. അപ്പൊ ശരിക്കും സത്യത്തില് ഇങ്ങനെയാണ് അല്ലേ. താങ്ക് യു സോ മച്ച്. അടിപൊളി സെഷൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു അടിപൊളി സെഷൻ ആയിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ വലിയ ഏരിയ ആണ്. അപ്പം ആ സമയത്തിനുള്ളിൽ പരമാവധി എല്ലാം കവർ ചെയ്തു. നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. സൂപ്പർ. താങ്ക് യു. നെക്സ്റ്റ്. ഹലോ കേൾക്കുന്നില്ല സജ്ന മാം. പറയുന്നത്. ആ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ സീന മാം. ആ പറഞ്ഞു. സജ്ന മാം. ഞാൻ സീനയാണ്. പിന്നെ വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവരിലും ഉണ്ടാവും തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം കുറച്ചൊക്കെ പൊസസീവ് ഉള്ള ആളും കൂടിയാണ് ഞാൻ. അപ്പോഴ് നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവാറുണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. കുറച്ചെങ്കിലും ഉണ്ടാകുന്ന ആ സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്നേഹം മറ്റൊരാൾക്ക് കൂടുതൽ പോകരുത്. പക്ഷെ അത് ഓവർ ആകുമ്പോൾ ഈ പൊസസീവ്നെസ് ഒരു ഹൈ ലെവലാകുമ്പോൾ അത് ഫാമിലിയിൽ വളരെ വലിയ ഇഷ്യൂ തന്നെയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് മദർ ഇൻ ലോ അങ്ങനെയുള്ള നമ്മളൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സജന മാം അത് പ്രസന്റ് ചെയ്തു. ഇതേപോലെ മക്കളിലും കൂടുതൽ ഉണ്ടാവാറുണ്ട്. മക്കൾ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആയ സമയത്ത് വരുന്ന സമയത്ത് മോള് തീരെ ഞങ്ങൾ എന്താ പറയാ വന്നാല് റൂമിലേക്ക് കയറാൻ പോലും ഹസ്ബൻഡിനെ സമ്മതിക്കില്ലായിരുന്നു. കാരണം കുട്ടി കുറേ ടൈം നമ്മുടെ കൂടെയാണല്ലോ. അപ്പോൾ ഇത് വേറൊരാള് എത്ര പറഞ്ഞാലും അന്ന് അങ്ങനെ വീഡിയോ കോൾ ഒന്ന് കുറച്ച് വർഷം മുൻപാണ്. പിന്നെ ഒരു 1-2 ദിവസം കൊണ്ട് അത് ഓക്കെ ആവും. പക്ഷെ കുട്ടികൾ ഇപ്പോഴും ചില പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഫാദറിനോട് കുറച്ചൊരു കൂടുതലൊക്കെ അങ്ങനെയൊക്കെ എല്ലായിടത്തും ഈ ഒരു ഏത് റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും എല്ലാത്തിലും കാണാം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയുമാണ്. അത് കൂടുതലും നമ്മുടെ സ്നേഹം കൂടുതൽ കൊണ്ട് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ സെഷൻ വളരെ സൂപ്പറായിട്ട് ഈ തളത്തിൽ ദിനേശൻ സിൻഡ്രോം എന്നുള്ള വെറൈറ്റി പേരോടുകൂടി തന്നെ മാം അത് കൊണ്ടുവന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ്. ഈ കുട്ടികളുടെ പൊസസീവ്നെസ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാരും കാണുന്നതാണ്. അച്ഛനും അമ്മയും കിടക്കുമ്പോൾ എപ്പോഴും കുട്ടികൾ വന്ന് മദ്യത്തിൽ കിടക്കും. അവർ അച്ഛനെയും അമ്മയും അടുത്ത് കിടക്കാൻ അനുവദിക്കാറില്ല. അതാ കുട്ടികളുടെ പൊസസീവ്നെസ്. മാഡം പറഞ്ഞു, പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞേ. അത് ശരിയാണ്. അപ്പോൾ മോള് ഹോസ്റ്റലിൽ പോയിട്ട് അടുക്കോ പറയൂ, ഞാനില്ലാന്ന് വിചാരിച്ചു. ഒരാളും ആവുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കല്ലോ. അങ്ങനെ ഒരു ഇതാണ്. എന്നിട്ട് പറയുകയൊക്കെ ചെയ്യും, നിങ്ങൾ ഫിലിമിന് പോയിക്കോളൂ, നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഉള്ളിൽ വന്നാൽ ചോദിക്കും എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ പോയി. അത് ശരിക്കും ഉണ്ടാവാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ. പക്ഷെ ആൺകുട്ടികൾ കുറച്ച് കുറവായിരിക്കും തോന്നുന്നുണ്ട്, പെൺകുട്ടികൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. ശ്രീജിന ബാലുശ്ശേരി. കേൾക്കാമല്ലോ അല്ലേ? യെസ് മാം. ഹലോ മാം, ഞാനൊരു ഡൗട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് പിന്നെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ലേഡി ആയതുകൊണ്ട് പ്രണയിക്കുന്ന സമയത്ത് നമ്മളോട് ആ ചെക്കൻ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലവർ കാണിക്കുന്ന പൊസസീവ്നെസ് നമ്മൾ അത്ര എൻജോയ് ചെയ്യാറുണ്ട്. കാരണം അത്രയും സ്നേഹം കൂടുതൽ കൊണ്ടാണ്. അതേ ആൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് കയറി കഴിഞ്ഞാൽ അതേ പൊസസീവ്നെസ് കാണിക്കുമ്പോൾ എന്തുകൊണ്ട് വൈഫ് ഇറിറ്റേറ്റഡ് ആവുന്നു? എനിക്ക് പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിന്റെ കാര്യമായിട്ട് എടുത്തിട്ട് പറഞ്ഞത്. മാമിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാണ്ടോ അതിന്? അത് പ്രണയ സമയത്ത് നമ്മളുണ്ടല്ലോ കണ്ണും മൂക്കില്ലാന്ന് പറയില്ലേ, അപ്പൊ നമ്മൾ അതും ആസ്വദിക്കായിരിക്കും. ലൈഫിലേക്ക് കടക്കുമ്പോ അത് ഇനി ജീവിതകാലം ഇതുപോലെ തന്നെ ആയാൽ എങ്ങനെയെന്ന് അവിടെ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ടൊന്നും അറിയില്ല. പ്രണയ സമയത്ത് നമ്മളൊന്നും കാര്യമായിട്ട് പ്രണയ ചിന്തിക്കണില്ലല്ലോ. സമയത്ത് എല്ലാം ബാധ്യതകൾ ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ ബാധ്യതയാകും. അപ്പൊ ചിലപ്പോ ആ സ്നേഹത്തിന് ഒരു കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിൽ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നെക്സ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീനിവാസന്റെ എന്തോ ഒരു സാധനം ഇതിൽ കിടക്കുന്നുണ്ടല്ലോ. അത് അതേപോലെ തന്നെ കണ്ടപ്പോൾ വളരെ എൻജോയബിൾ ആയി. എനിവേ താങ്ക് യു സോ മച്ച്. ലവ് യു ഡിയർ. താങ്ക് യു ശ്രീജന. നെക്സ്റ്റ്. ഇല്ലേ? ഓക്കെ, നമ്മൾ കൊടുത്താലുള്ളൂ കിട്ടുക. അത് ദാമ്പത്യത്തിലാണെങ്കിലും കോഫി ടോക്കിലാണെന്നുണ്ടെങ്കിലും.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരും പറയണമെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ എല്ലാവർക്കും ഈ ഫ്ലോർ ഉപകരിക്കാം. നമുക്ക് പഠിച്ച് പിച്ച വെച്ച് നടക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ഈ കോഫി ടോക്ക്. അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ നമുക്ക് ഇതിലൊരു സെഷൻ എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും, ഓ ഇത് പടച്ചോനെ 10-20 ആളെ മുന്നിലാണല്ലോ ഞാൻ ഇങ്ങനെ കയറി നിന്ന് തകർത്ത് തരിപ്പണാക്കി പോയത് എന്ന്. ചിലപ്പോൾ നമ്മൾ ഒരു ഓഫ്ലൈനിലൊരു ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10-15-20 പേരോളം ഉണ്ടാകുക. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളും നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഇതൊന്ന് കിട്ടും ചെയ്യും. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലത് പറയും, അങ്ങനത്തെ ആളുകളാണ്. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം എടുത്തത്. വളരെ സന്തോഷം മാമിന്റെ വിലപ്പെട്ട സമയം കോഫി ടോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൽ. ഇൻഷാല്ല ഇനിയും തീർച്ചയായിട്ടും കോഫി ടോക്കിൽ വരണം, വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ മനോജ് ചേട്ടനെ മറ്റുള്ളവരൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു സെഷനായിട്ട് വരിക. ഇതൊരു ഫാമിലി മാറ്റർ ആകാൻ കാരണം ഇതോടുകൂടി തീരൂല നന്നായിട്ട് അറിയാം. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരാനുണ്ടാവുമെന്നും അറിയാം. ചിരി ചിന്ത വിജ്ഞാനം എന്ന ഒരു സംഭവമുണ്ട്, കിസ് മത്സരം, അതെല്ലാവർക്കും അറിയാം. അത് ഇന്ന് അതിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അത് രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീത് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ശ്രീത് സാർ. ഓക്കെ, താങ്ക് യു ചെയർമാൻ ഉസ്മാൻ സാർ, താങ്ക് യു സോ മച്ച്. സജിന മാം, അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ സെഷനെ വിശേഷിപ്പിക്കുന്നത് ഒരു മലയാളിത്തം നിറഞ്ഞ സെഷനായിരുന്നു. വളരെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാൾ വന്നിട്ട് വളരെ വളരെ പൂക്കിയായിട്ട് പറയുന്ന, ഇപ്പോഴത്തെ ട്രെൻഡ് വീടാണല്ലോ നമ്മളെ ചെയർമാൻ സൂചിപ്പിച്ചല്ലേ, ഒരു പൂക്കി ട്രെയിനിങ് എന്നൊക്കെ പറയാം. കാരണം ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഒരുപാട് തനി നാടൻ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ഒരു തന്മയത്വം നിറഞ്ഞുകൊണ്ടുള്ള ട്രെയിനിങ് വളരെ മനോഹരമായിട്ടുണ്ട്. എക്സലന്റ്. ഏതായാലും സജിന മാഡത്തിന്റെ ട്രെയിനിങ് ലെറ്ററിലേക്കുള്ള ഒരു ചുവട്ടുപടി മാറട്ടെ ഈ ഒരു കോഫി ടോക്കിലെ ഈ ഒരു ദിവസം എന്ന് ആശംസിക്കുന്നു. എക്സലന്റ്, അടിപൊളി. ഓക്കെ, ഇപ്പോ സജിന മാഡത്തിന് ഇന്നലെ വരെ എന്തായിരുന്നു ഫീലിംഗ്? ഇന്നലെ വരെ അയ്യോ നാളെ രാവിലെ കയറണല്ലോ, ശരിക്കും എനിക്കറിയാം ഇന്നലെ രാത്രി ശരിക്കും നേരമാണോ ഉറങ്ങിയിട്ടുണ്ടാവില്ല, രാവിലെ ഉണ്ടാവും ഒരു ആങ്സൈറ്റി ആയിരിക്കും. പക്ഷെ ആ ആങ്സൈറ്റിക്ക് എല്ലാം അറുതി വരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു മനോഹരമായ ഒരുപാട് ഫീഡ്ബാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സ്മിത മാഡത്തിന് നൈസ് സെഷൻ. സജിന മാൻ, ഇതിനപ്പുറം ഇനി എന്താ വേണ്ടി കോഫി ടോക്ക് കിട്ടാനുള്ള ഒരുപാട് സ്നേഹാദരവുകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇന്ന് നമുക്ക് നേരെ ക്വിസ് ക്ലബിലേക്ക് പോവാം. ഇന്നത്തെ ക്വിസിൽ ഒരാൾ പോലും വിജയിക്കാതിരിക്കരുത്. കാരണം ബേബി സാറ് അങ്ങനത്തെ മുട്ടൻ പണി ഇന്നലെ തന്നിട്ടുണ്ട്. കോഫി ടോക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീജാമേ ഒരു ചോദ്യം തലേദിവസം കൊടുക്കുന്നത്. പിറ്റേ ദിവസം നിങ്ങൾ അതിന്റെ ആൻസർ ചെയ്താൽ മതി. തലേദിവസം ചോദ്യം കൊടുക്കുന്ന കോഫി ടോക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ബേബി സാർ വന്നിട്ട് അത് എന്ത് ചെയ്തു? അത് പൊളിച്ചെഴുതി കൃത്യമായ റൈറ്റപ്പിലൂടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് എല്ലാവരും വിൻ ചെയ്യണമെന്നുള്ളതാണ്. ചോദ്യം ഇതായിരുന്നു, മറ്റൊന്നല്ല. നമ്മൾ ഇന്നലെ വേൾഡിൽ ചോദിച്ചത്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ചോദിച്ചത്. ഇന്ന് നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നുള്ള ചോദ്യം ഇന്നലെ തന്നെ കൊടുത്തു. ബേബി സാറ് റൈറ്റപ്പ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, നീളം വീതി കുത്തുകോമയുള്ള എല്ലാ റൈറ്റപ്പ് ഇട്ടുണ്ട്. ഇനി അത് പറയേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിന് മുന്നേ ചാറ്റ് ബോക്സ്, ഞാൻ എൻ്റെ ചാറ്റ് ബോക്സ് റെഡിയാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചാറ്റ് ബോക്സ് റെഡിയാക്കി വെക്കുക. തലേ ദിവസം ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് പിറ്റേ അടുത്ത ദിവസം വിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ബേബി സാറോട് കാണിക്കുന്ന ഒരു അനീതിയായിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഇന്നലെ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഓക്കെ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇട്ട് തുടങ്ങാം. ഓക്കെ, ചോദ്യം. ഞാൻ ആക്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ, ശബ്ദം വന്നിട്ടില്ല. അതിന് മുന്നേ അവിടെ ഒരുപാട് പേര് ആൻസർ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എൻ്റെ സൗണ്ട് പോയതാണ്. ആക്ച്വലി സൗണ്ട് പോയതല്ല, ഞാൻ ജസ്റ്റ് ആക്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ. ഞാൻ ആരാ മോൻ? ഓക്കെ, ശ്രീൻ ടീച്ചറെ കൺഗ്രലേഷൻ. ഒരുപാട് പേര് പെരിയാർ ആണോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ബേബി സാറേ, ഇന്നത്തെ ചോദ്യം, ഈ പെരിയാറെ തുടങ്ങുന്ന ഒരു ഗാനുണ്ടല്ലോ, ആ ഗാനത്തിൽ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആർക്ക് പാടാം? മുരളിയേട്ടാ പാടാവോ? മുരളിയേട്ടാ വിൻസെന്റ് സാർ പാടിയിട്ടുണ്ടോ? എനിക്ക് സാറിനെ കണ്ടപ്പോ എന്റെ ഗ്യാസ് മുഴുവൻ പോയി. നമ്മുടെ ഗാനകേന്ദ്രം ഉള്ളപ്പോ ഞാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, എന്നാ പാടാം. ഓക്കെ. പെരിയാറേ പെരിയാറേ പർവത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ.
ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ. പോരെ? അടിപൊളി, എക്സലന്റ് എക്സലന്റ്, അടിപൊളി. പൊന്നലകൾ പൊന്നലകൾ നെറിഞ്ഞൊടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ നെറിഞ്ഞൊടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം, ശിവരാത്രി കാണണം നീ. ആലുവ ശിവരാത്രി കാണണം നീ. ബാക്കി മുരളി സാറ് ഫിനിഷ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു എക്സലന്റ്, അടിപൊളി. അപ്പൊ എന്തായി, നമ്മളൊരു ക്വിസ് ക്ലബ്ബ് ചോദ്യം ചോദിച്ചു. ഇന്നലെ ചോദ്യം വീണ്ടും ഇവിടെ അഗൈൻ ചോദിച്ചു. അതിന് ആൻസർ ഒരുപാട്, ഞാൻ പറയാത്ത അതിന്റെ ഒരുപാട് ആൻസർ വന്നു കഴിഞ്ഞു. ആ ആൻസർ അപ്പം നമ്മൾ പഠിച്ചു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണെന്ന് ഇന്നലെ ബേബി സാറിനെ പൊട്ടിച്ചു കഴിഞ്ഞു. ആ ചോദ്യത്തിന്റെ അതുമൊന്ന് കണക്ട് ചെയ്ത ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ചോദ്യം വന്നു കഴിഞ്ഞു. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇപ്പൊ മുരളി സാർ പാടിയ പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പനിനീരെ എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാരാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഓക്കെ, യെസ്. ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ആൻസർ വന്നോട്ടെ. ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ആൻസർ ഡിക്ലെയർ ചെയ്യുന്നത് ഏറ്റവും നല്ല ഉചിതം മുരളിയേട്ടാ, ആൻസർ ഡിക്ലെയർ ചെയ്താൽ ഉത്തരം വന്നു തുടങ്ങിയോ? ഉത്തരങ്ങൾ ചറ പറന്ന് കരുതിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്ര എനിക്ക് കിട്ടുന്നില്ല, അത്രയും മുകളിലാണ് ഞാൻ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അത്രയും കയറിപ്പോയി. അപ്പൊ മുരളിയേട്ടൻ ഡിക്ലെയർ ചെയ്യാം. ഇത് സംഗീതം കൊടുത്തത് ആദ്യകാലങ്ങളിലെ മലയാള സംഗീത അതുപോലെ ലിറിക്സ് ദ്വയങ്ങളായിട്ടുള്ള വയലാറിനൊപ്പം ദേവരാജ മാഷാണ് ഇതിന് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. ദേവരാഗങ്ങളുടെ ചക്രവർത്തി എന്ന് നമ്മൾ വിളിക്കാറുള്ള ദേവരാജ മാഷാണ്. ഭാര്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എം രാജയും സുശീലയുമാണ് ഇത് പാടിയിട്ടുള്ളത്. മോഹനം എന്ന മോഹിപ്പിക്കുന്ന രാഗത്തിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മനോജ് സാറേ, ഫസ്റ്റ് വന്നതാരാണ്? ഇതിൽ ഫസ്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കാക്കനാട്ടിൽ നിന്ന് അമ്പിളിദേവാണ്. അമ്പിളിദേവ് ഈ ഒരു സെഷനിൽ രണ്ടാമത്തെ ദിവസവും ആൻസർ ചെയ്തിരിക്കുകയാണ്. 200 പോയിന്റ്സ് നേടിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് അമ്പിളിദേവ്. ഓവർ ടു ശ്രീ സാർ. അമ്പിളി മാം, സന്തോഷമായോ? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ നേരെ വഴി വെട്ടിയിട്ട് എറണാകുളം വഴി പെരിയാർ തിരിച്ചു വിട്ടൂലേ? ഞങ്ങൾ അടുത്തോടാണല്ലോ ഒഴുകുന്നേ. അടുത്ത കൂടെ ഒഴുകുന്നു. ഓക്കെ. എനിവേ, കൺഗ്രാറ്റുലേഷൻ വൺസ് അഗൈൻ. താങ്ക് യു. And over to today's chairman, Usman sir. Thank you so much. Thank you, Sridh sir. മുരളി സാർ പാടിയതിന്റെ ബാക്കി ഇപ്പൊ ആരാ പാടിയത്? അഡ്വക്കേറ്റ് സാറാണോ പാടിയത്? വിൻസെന്റ് സാറാണ് ബാക്കി പാടിയത്. കളർഫുൾ ആക്കുക എന്ന് പറയില്ലേ കോഫി ടോക്ക്, സത്യത്തില് ആസ്വദിച്ചു പോകുന്ന ഒരു ചോദ്യം എടുത്തുകൊണ്ട് അപ്പൊ സാറ് പാട്ടുകാരനാണ്. ആസ്വാദനത്തിലേക്കുള്ള ഒരു ഓൾറൗണ്ടറാണ്. യെസ്, അത്രത്തോളം സന്തോഷം വരുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ കോഫി ടോക്ക് കിസ് ക്ലബ്ബ് മത്സരം അവസാനിച്ചത്. വളരെ സന്തോഷം. ചോദ്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾക്ക് ഒരു കൗതുകം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ശ്രീജിത്ത് സാറ് നമ്മളിലേക്ക് ഇറങ്ങി വരിക. അത് ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും. അതായത് നമ്മളെ കൈ വിറക്കാതിരിക്കുക, നെറ്റ് ഫാസ്റ്റ് ആണോ എല്ലാം നോക്കി അത്രത്തോളം എന്താണ് വിത്തിൻ സെക്കൻഡിന്റെ ഉള്ളിൽ നേടിയെടുക്കണം എന്നുള്ള ഒരു സംഭവമാണ്. ഇതിപ്പോ വേൾഡ് കപ്പ് നേടിയെടുക്കുന്നതിനേക്കാളും വലിയൊരു സംഭവമാണ് ഈ കോഫി ടോക്കിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. താങ്ക് യു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നന്ദി പറയാൻ വേണ്ടി ഇന്നത്തെ വിജയിയായ കിസ് ക്ലബിലെ വിജയിയായ കാക്കനാടിന്റെ സുന്ദരി കോഫി ടോക്കിന്റെ പണിക്കം അമ്പിളി മേമിനെ ഞാൻ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അമ്പിളി. ഹാപ്പി മോർണിംഗ് ടു ഓൾ. 891 ദിനത്തിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ അവസരം ലഭിച്ചതിൽ താങ്ക് യു ചെയർമാൻ ഫോർ ദിസ് പ്രിവിലേജ്. ആദ്യമായി ഇന്നത്തെ ഈ സെഷൻ ഇത്ര മാഗ്നറ്റിക് ആയി ഷെയർ ചെയ്ത കോഫി ടോക്കിന്റെ പോസ്റ്റർ കൂടെ ഡിസൈൻ ചെയ്യുന്ന ഇൻവെന്റീവ് പേഴ്സണാലിറ്റി ഉസ്മാൻ സാറിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ് തളത്തിൽ ദിനേശൻ സിൻഡ്രോം, അതായത് പോസിറ്റീവ്നെസിന്റെ വിവിധ തലങ്ങൾ, അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് പോസിറ്റീവ്നെസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കിത് മനസ്സിലാവും നന്നായിട്ട് തന്നെ. വളരെ ലളിതമായി, ഭയങ്കര പ്ലസന്റ് ആയിട്ട്, ഭയങ്കര ഡിലൈറ്റ്ഫുൾ ആയിട്ട്
പ്രസന്റ് ചെയ്ത സജ്ജന മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കോഫി ടോക്കിന്റെ ഫൗണ്ടർ കൂടിയായ ഡോക്ടർ ഹിഷാം സാറിന് നന്ദി പറയുന്നു. ഇതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന വളാഞ്ചേരി റോയൽസ്, നിലമ്പൂർ ഡാഫോഡിൽസ്, താങ്ക് യു. കോർഡിനേറ്റേഴ്സായ ഇതിന്റെ പില്ലേഴ്സ്, അതായത് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായി എല്ലാ ദിവസവും ട്രെയിനേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ കോർഡിനേറ്റേഴ്സ് ശ്രീജിത്ത് സാർ, രേഖ മാം, മുജീബ് സാർ, എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ കിസ് കോർഡിനേറ്റ് ചെയ്യുന്ന മനോജ് സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്നത്തെ വിജയി ഞാൻ എന്നെ തന്നെ ആശംസിക്കുകയാണ്. വെൽക്കം സ്പീച്ച് ചെയ്ത ജസ്മി മാം, താങ്ക് യു. ഇന്നത്തെ പിന്നെ മുതിർന്ന അംഗങ്ങളായ നാഗേഷ് ചേട്ടൻ, നഷീദ് ഉമ്മ, അവര് തരുന്ന ഇൻസ്പിറേഷൻ വളരെ മുന്നോട്ട് പോകാനുള്ള ആവേശമാവുന്നു. ഓരോ സെഷൻ നമ്മൾ മുന്നോട്ട് പോകുമ്പം അവരെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും ആവേശവുമാണ്. താങ്ക് യു മാം, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കോഫി ടോക്കിന്റെ ഈ യാത്രയിൽ പാർട്ടിസിപ്പേഷനിലൂടെയും ഫീഡ്ബാക്കിലൂടെയും ഓരോ പാർട്ടിസിപ്പൻസിനും പിന്തുണ നൽകി കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പങ്കാളികൾക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ആവേശവും സഹകരണവും ഈ ഫ്ലോറിന്റെ വിജയത്തിന് വളരെയധികം പിന്തുണയാണ്, ഒരു ഭയങ്കര വലിയ ഘടകമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു അമ്പിളി മാം. വളരെ എന്താ പറയാ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഒരു നന്ദി പറഞ്ഞത്. കാലത്ത് ഇതൊക്കെയും പെട്ടെന്നുള്ള ഏർപ്പാടുകളാണ്. അതായത് എങ്ങനെ പറയാ, അമ്പിളി മാം നന്ദി പറയാൻ പറ്റൂലേ? ഓക്കെ ഉസ്മാൻ, അതിനിപ്പോ എന്താ, നമ്മള് റെഡിയാണ്. ഇതൊന്ന് കിട്ടുന്ന കോൺഫിഡന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു സംഭവം മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇവര് എല്ലാവരും, ഒരുവിധ ആളുകളൊക്കെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ നന്ദി പറയുന്നത്, വെൽക്കം പറയുന്നതൊക്കെയും എന്താണ് പറയാ, ഈ 891 ദിവസത്തെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചോദ്യം എന്ന സ്നേഹം കൊണ്ടാണ്, സ്നേഹം എന്ന ചോദ്യം കൊണ്ടാണ് മാഡം ഇന്ന് ക്ലാസ് തുടങ്ങിയത്. അപ്പോ ഈ സ്നേഹിക്കാണ് എല്ലാവരും തമ്മിൽ ചെയ്യേണ്ടത്. അത് നല്ല സ്നേഹങ്ങളാണ് ഏറ്റവും നല്ലതെന്നാണ് പറയാനുള്ളത്. നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്നേഹത്തിലൂടെ ചീറ്റിംഗ് നടക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളുടെയാണ്, സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നവരുണ്ട്. കയ്യിൽ നിന്ന് പോയോ? സോറി, എന്റെ ഇത് മിനിമൈസ് ആയിപ്പോയി, സോറി. അപ്പോ നല്ലൊരു ചോദ്യം ചോദിച്ചു. സ്നേഹം എന്നുള്ള ഉത്തരം കൊണ്ടാണ് മാഡം തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ സെൽഫ് അവയർനെസ്, സെൽഫ് വെർത്ത്, ഹെൽത്തി ബൗണ്ടറീസ്, ട്രസ്റ്റ് ബിൽഡിങ്, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ്. ഏതായാലും വളരെ സന്തോഷം. എങ്ങനെ പറയാ, ഇത്രത്തോളം നേരം ഇത് കേൾക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ടും കൊടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ ഈ സെഷൻ 891 ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. The program in connection with the 7 AM Coffee Talk is hereby adjourned. Thank you all. Goodbye.